റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഹൈക്കോടതിയിലെ ജീവനക്കാർ അവതരിപ്പിച്ച ഹ്രസ്വ നാടകം വിവാദത്തിലേക്ക്. സംഭവത്തെ തുടർന്ന് ഹൈക്കോടതിയിലെ 2 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും പരിഹസിക്കുന്നതും രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുന്നതുമാണ് നാടകത്തിന്റെ ഉള്ളടക്കമെന്ന് ആരോപിച്ച് BJP ലീഗൽ സെല്ലും ഭാരതീയ അഭിഭാഷക പരിഷത്തും നൽകിയ പരാതിയെ തുടർന്നായിരുന്നു നടപടി. പരാതിയിലെ ആരോപണങ്ങൾ ഇങ്ങനെയാണ്. അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസ് സ്റ്റാഫ് ഉൾപ്പെടെ പങ്കെടുത്ത പരിപാടിയിൽ പ്രധാനമന്ത്രിയെയും സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ ജൽജീവൻ മിഷനെയും ആസാദി കാ അമൃത് മഹോത്സവിനെയും പരിഹസിക്കുന്നുണ്ടെന്നാണ് BJP ലീഗൽ സെല്ലിന്റെ പരാതിയിൽ പറയുന്നത്. നാടകം രചിച്ച ആളുടെ രാഷ്ട്രീയ ചായ്വ് പ്രതിഫലിപ്പിക്കുന്ന സംഭാഷണങ്ങൾ പൂർണ്ണമായും രാജ്യത്തെ അപകീർത്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചാണ്. കോടിക്കണക്കിന് സാധാരണ ജനങ്ങൾക്ക് നേരിട്ട് ഗുണം ലഭിച്ച ജൽജീവൻ മിഷനെ അവഹേളിച്ചു. ആസാദി കാ അമൃത് മഹോത്സവിന്റെ ഭാഗമായി ഹൈക്കോടതിയും പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികാഘോഷങ്ങളെ അപമാനിക്കുന്നത് കോടതിയും അപമാനിക്കുന്നതിന് തുല്യമാണെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നാടകത്തിൽ പ്രധാനമന്ത്രിയുടെ ശരീരഭാഷയെ സൂചിപ്പിക്കുന്ന വെളുത്ത താടിയുള്ള രാഷ്ട്രീയ നേതാവ് പറയുന്ന ഒരു ഡയലോഗ് ഇങ്ങനെയാണ്: ഔഷധമൂല്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ എൻ്റെ അണികൾ ചാണകം പോലും കഴിക്കും, അതാണ് എൻ്റെ ശക്തിയെന്ന്. അതുപോലെ പ്രധാനമന്ത്രിയുടെ പ്രസിദ്ധമായ മേരെ പ്യാരി ദേശവാസിയും പ്രസംഗത്തിന് സമാനമായി എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ എന്ന് രാഷ്ട്രീയ നേതാവ് മലയാളത്തിൽ പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛ് ഭാരത് മിഷനെ കുറിച്ചുള്ള പരാമർശത്തിൽ ടോയ്ലറ്റുകൾ നിർമ്മിക്കാൻ സർക്കാരിന്റെ വാറണ്ടി മാത്രമേ ഉള്ളൂ എന്നും പരാമർശിക്കുന്നുണ്ട്. അതുപോലെ കർഷകരെക്കാൾ മികച്ച പരിചരണമാണ് രാജ്യത്ത് മൃഗങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് നാടകത്തിലെ കൃഷിക്കാരനായ താരവും പറയുന്നുണ്ട്. റിപ്പബ്ലിക് ദിനാഘോഷത്തിനുള്ള പ്രോഗ്രാം കമ്മിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായാണ് പരിപാടി അവതരിപ്പിച്ചതെന്നാണ് ഹൈക്കോടതിയും പറയുന്നത്. രാജ്യത്തിന്റെ അഖണ്ഡത മുൻനിർത്തിയാകണം പരിപാടിയെന്നായിരുന്നു മാർഗനിർദ്ദേശം.